നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളുമായി ഗൾഫ് ടുഡേയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ ഭരണ സുരക്ഷാ മേഖലകളിൽ വൻ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൽമാൻ രാജാവിന്റെ നിർണായക ഉത്തരവുകൾ. നിക്ഷേപം, വാർത്താവിതരണം, നീതിന്യായം തുടങ്ങിയ മന്ത്രാലയങ്ങളിലും വിവിധ പ്രവിശ്യകളിലും പുതിയ നേതൃത്വത്തെ നിയോഗിച്ചു. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടാനും ഭരണക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് പുതിയ മാറ്റങ്ങൾ. സൗദി അറേബ്യയുടെ പുതിയ നിക്ഷേപ മന്ത്രിയായി ഫഹദ് ബിൻ അബ്ദുൽ ജലീൽ അൽ സൈഫിനെ നിയമിച്ചു. നിലവിലെ മന്ത്രി ഖാലിദ് അൽ ഫാലിഹിനെ മന്ത്രിസഭയിൽ സ്റ്റേറ്റ് മിനിസ്റ്ററാക്കി. നീതിന്യായ മേഖലയിലും സുപ്രധാന മാറ്റമുണ്ട്. ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ യൂസുഫാണ് പുതിയ അറ്റോർണി ജനറൽ. ഷെയ്ഖ് ഡോക്ടർ അലി ബിൻ അഹമ്മദ് അൽ ഒഹൈദ് ബോർഡ് ഓഫ് ഗ്രീവൻസസ് പ്രസിഡന്റായും ചുമതലയേൽക്കും. ജനറൽ ഇൻവെസ്റ്റിഗേഷൻ അഥവാ മബാഹിത്ത് വിഭാഗത്തിന്റെ തലവനായി ഫൈഹാൻ ബിൻ ഫഹദ് അൽ സഹിലിയെ നിയമിച്ചു. റോയൽ ഗാർഡ് വൈസ് പ്രസിഡന്റായി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ദുവൈബിക്ക് സ്ഥാനക്കയറ്റം നൽകി. തായിഫ് ഗവർണറായി ഫവാസ് ബിൻ സുൽത്താൻ രാജകുമാരനെയും ദിരിയ ഗവർണറായി റാഖൻ ബിൻ സൽമാൻ രാജകുമാരനെയും നിയോഗിച്ചു. മദീന, അൽബാഹ, വടക്കൻ അതിർത്തി മേഖലകളിൽ പുതിയ ഡെപ്യൂട്ടി അമീർമാരും ചുമതലയേറ്റു. വാർത്താ വിതരണ ഡെപ്യൂട്ടി മന്ത്രിയായി ഡോക്ടർ അബ്ദുള്ള അൽ മഖ്ദൂത്തിനെയും ടൂറിസം ഡെപ്യൂട്ടി മന്ത്രിയായി അബ്ദുൽ മൊഹ്സിൻ അൽ മസീദിനെയും നിയമിച്ചു. പ്രിൻസസ് ഹൈഫ ബിൻ മുഹമ്മദ് ഇനി മന്ത്രിസഭാ സെക്രട്ടേറിയറ്റിൽ ഉപദേശകയായി പ്രവർത്തിക്കും. നാഷണൽ ഡെവലപ്മെന്റ് ഫണ്ട്, പൊതുഗതാഗത അതോറിറ്റി എന്നിവിടങ്ങളിലും പുതിയ ഗവർണർമാരെ നിയമിച്ചു. ഭരണകൂടത്തിന്റെ വിവിധ തലങ്ങളിൽ പുതിയ കഴിവും ഊർജവും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകീയ വിജ്ഞാപനം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മയക്കുമരുന്ന് കടത്തുകാർക്ക് കഠിന ശിക്ഷ നൽകുന്ന നടപടികളുമായി സൗദി അറേബ്യ മുന്നോട്ട്. മദീനയിൽ 2 സ്വദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈദ് ബിൻ അതിയ, മുഹമ്മദ് ബിൻ അതിയ എന്നീ പൌരന്മാരാണ് ശിക്ഷിക്കപ്പെട്ടത്. മാരക ലഹരിമരുന്ന് ഗുളികകൾ കണ്ടെത്തിയതിനാണ് ശിക്ഷ. ഇത് 2ാം തവണയാണ് പ്രതികൾ ലഹരിക്കടത്തിന് പിടിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പൌരന്മാരുടെ ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന ഇത്തരം സംഘങ്ങളെ അടിച്ചമർത്തുമെന്ന കർശന മുന്നറിയിപ്പാണ് മന്ത്രാലയം നൽകുന്നത്. ലോക ആയുഷ് സമ്മേളനത്തിന് ഞായറാഴ്ച ദുബായിൽ തുടക്കമാകും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ആയുഷ് സമ്മേളനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഫെബ്രുവരി 15 മുതൽ 17 വരെയാണ് ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ സവിശേഷതകളെ ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിപുലമായ സമ്മേളനം. ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫെഡറേഷനും ചേർന്നാണ് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. എവിഡൻസ് ബേസ്ഡ് ആയുഷ് ഇന്റർവെൻഷൻസ് ഇൻ മൈൻഡ്, ബോഡി, ഹെൽത്ത് എന്ന പ്രമേയത്തിലാണ് പരിപാടി. 35ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 1500ലേറെ ആയുഷ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 31 അന്താരാഷ്ട്ര പ്രഭാഷകർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ആയുഷ് ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും 45ലേറെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടായിരിക്കും. ആയുഷ് സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും വേദിയിൽ നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 1.5 ലക്ഷത്തോളം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ, യൂറോപ്പ്, അമേരിക്ക, മലേഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, GCC രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നയരൂപകർത്താക്കൾ, പ്രമുഖ വ്യക്തികൾ, ആയുഷ് സംവിധാനത്തിലെ വിദഗ്ധർ എന്നിവർ സമ്മേളനത്തിനെത്തും. 24 ദുബായ്. സന്ദർശക വിസയിലെത്തിയവർ സൗദിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്പോൺസർമാർക്കെതിരെ നടപടി സ്വീകരിക്കും. സ്പോൺസർഷിപ്പിലുള്ളവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും വിവരം അധികൃതരെ അറിയിച്ചില്ലെങ്കിൽ 50,000 റിയാൽ പിഴയും തടവും ലഭിക്കുമെന്ന് ജവാസാത്ത് മുന്നറിയിപ്പ് നൽകി. നിയമലംഘനം നടത്തുന്ന വിദേശികളെ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുകയും ചെയ്യും. സൗദിയിലേക്കുള്ള സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അഥവാ ജവാസാത്ത്. വിസ കാലാവധി അവസാനിച്ച ശേഷവും സന്ദർശകർ സൗദിയിൽ നിന്ന് മടങ്ങിപ്പോകാതിരിക്കുകയോ മടങ്ങിപ്പോയ വിവരം കൃത്യസമയത്ത് അറിയിക്കാതിരിക്കുകയോ ചെയ്താൽ സ്പോൺസർമാർ കനത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. 50,000 റിയാൽ വരെ പിഴയും 6 മാസം വരെ തടവുമാണ് സ്പോൺസർക്ക് ലഭിക്കുന്ന ശിക്ഷ. വിദേശിയാണ് മറ്റൊരാളെ വിസയിൽ കൊണ്ടുവന്നതെങ്കിൽ നിയമലംഘനം നടത്തുന്ന പക്ഷം അയാളെ രാജ്യത്ത് നിന്ന് നാടുകടത്തുകയും ചെയ്യും. വിസ കാലാവധി കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ സ്പോൺസറും ബാധ്യസ്ഥരാണെന്ന് ജവാസാത്ത് ഓർമ്മിപ്പിച്ചു. അതിർത്തി സുരക്ഷയുമായും തൊഴിൽ നിയമങ്ങളുമായും ബന്ധപ്പെട്ട ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് അധികൃതരെ വിവരം അറിയിക്കാം. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പരിലും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലുള്ളവർ 999 എന്ന നമ്പരിലുമാണ് ബന്ധപ്പെടേണ്ടത്. 24 ജിദ്ദ. സൗദി
ആരോഗ്യ മേഖലയിൽ വൻ കുതിപ്പ്. പൌരന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം 79.7 വയസ്സായി ഉയർന്നു. വിഷൻ 2030 പദ്ധതികൾ വഴി പൌരന്മാരുടെ ആരോഗ്യകരമായ ജീവിത കാലയളവിൽ 3 വർഷത്തെ വർധനയാണുണ്ടായത്. റോഡ് അപകട മരണങ്ങൾ 60%, പകർച്ചവ്യാധി മരണങ്ങൾ 50% കുറഞ്ഞു. വിട്ടുമാറാത്ത രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഫലം കണ്ടതായാണ് വിലയിരുത്തൽ. ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സൗദി ഹെൽത്ത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രവർത്തനം വിപുലീകരിക്കും. ഷാർജയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിയായ 2 വയസ്സുകാരന് ദാരുണാന്ത്യം. മലപ്പുറം ചട്ടിപ്പറമ്പ് നെല്ലോളി സ്വദേശി ഷറഫുദ്ദീന്റെയും സഫ്നയുടെയും മകൻ അലൻ റൂമിയാണ് മരിച്ചത്. സെയിൽസ്മാനായി ജോലി ചെയ്യുകയാണ് പിതാവ് ഷറഫുദ്ദീൻ. പിതാവിനെ കാണാനായി 2 മാസത്തെ സന്ദർശക വിസയിൽ മാതാവിനൊപ്പം കഴിഞ്ഞ മാസം 18-നാണ് കുട്ടി നാട്ടിൽ നിന്നെത്തിയത്. ഇന്നലെ വൈകിട്ട് കാറ് തട്ടിയായിരുന്നു അപകടം. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം അൽ ഖിസൈസ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സൗദി അറേബ്യയിലെ നഗരങ്ങളിൽ ജലച്ചോർച്ച തടയാൻ കർശന നടപടികൾ ആരംഭിച്ചു. വീടുകളിൽ നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ വെള്ളം പുറത്തേക്കൊഴുകി റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടായാൽ 3000 റിയാലാണ് പിഴ. ഇത് നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുകയും റോഡുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ബലദി ആപ്പ് വഴി അധികൃതരെ അറിയിക്കണം. ജലം പാഴാക്കുന്നത് തടയാനും പരിസ്ഥിതി സംരക്ഷിക്കാനും എല്ലാവരും സഹകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ ഡിജിറ്റൽ വിപ്ലവം തുടരുന്നു. $140 ബില്യൺ മൂല്യത്തിലേക്കാണ് രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഡിജിറ്റൽ വളർച്ചയുടെ 50% സൗദിയിൽ നിന്നാണ്. സൗദി സാങ്കേതിക വിദഗ്ധരുടെ എണ്ണം 4 ലക്ഷം കടന്നു. ഡേറ്റാ സെന്റർ ശേഷി 440 മെഗാവാട്ടായി ഉയർന്നു. $8 ബില്യൺ സ്റ്റാർട്ടപ്പുകൾ സൗദിയിൽ തുടങ്ങിയിട്ടുണ്ട്. അറബി ഭാഷാ മോഡലുകൾ വികസിപ്പിച്ചും കമ്പ്യൂട്ടിംഗ് മേഖലയിൽ നിക്ഷേപം നടത്തിയും ആഗോള AI കേന്ദ്രമാകാനാണ് സൗദി അറേബ്യ തയ്യാറെടുക്കുന്നത്. UAEയിൽ നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു. റാസൽ ഖൈമ ഗലീല മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. റമദാന് സ്റ്റോറുകളിൽ വിലവർധനയുണ്ടാകില്ല എന്നും വില സ്ഥിരത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ റാസൽ കൈമ കിരീടാവകാശിയുടെ ഓഫീസ് ഡയറക്ടർ ഷെയ്ഖ് അർഹാമ ബിൻ സൗദ് ബിൻ ഖാലിദ് അൽ ഖാസിമി ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരാതിർത്തികൾക്കപ്പുറം റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് റാസൽ കൈമ ഗലീല മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ ആരംഭിക്കുന്നതെന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. കൂടുതൽ മേഖലകളിലേക്ക് റീറ്റെയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 19,000 സ്ക്വയർ ഫീറ്റിലുള്ള റാസൽ ഖൈമയുടെ ഈ അറ്റത്തുള്ള ഗലീല എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വളരെ ഔട്ട്സ്കർട്ടാണ്. ഞങ്ങളിപ്പോൾ കൽബ തുറന്നു. ഇപ്പോൾ ഔട്ട്സ്കർട്ടിലേക്കാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം റീഹാബിറ്റേഷൻ ഈ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ ടൗണിൽ നിന്ന് വളരെ അകലെ മാറി പുതിയ ഏരിയ ഉണ്ടാക്കി അവിടെ വീടുകൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് വീടുകൾ ഇപ്പോൾ പുതിയത് വരുന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. റമദാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റെബിലിറ്റി, ക്വാളിറ്റി സാധനങ്ങൾ സമയാസമയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആക്കുക എന്ന ചുമതല, ബാധ്യത. അതുകൂടാണ്ട് ഒരിക്കലും ഈ റമദാനിൽ പ്രൈസ് കൂടുന്നില്ല, ഞങ്ങൾ കൂട്ടുന്നില്ല. 65% വരെ ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. കാരണം റംസാനിൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. 19,200 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് സ്റ്റോറിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണുള്ളത്. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ബേക്കറി, റോസ്റ്ററി, പഴം, പച്ചക്കറി, ബ്യൂട്ടി പ്രൊഡക്ട്സ് തുടങ്ങിയവ മികച്ച നിരക്കിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളുമുണ്ട്. ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്കൗട്ട് കൗണ്ടറുകൾ, മികച്ച പാർക്കിംഗ് ഏരിയയും സജ്ജമാക്കിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാർ, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ ഷാബു അബ്ദുൽ മജീദ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്.
2020 ലോകകപ്പിൽ ചരിത്ര ജയവുമായി ഇറ്റലി. നേപ്പാളിനെ 10 വിക്കറ്റിന് തോൽപ്പിച്ച് ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം സ്വന്തമാക്കി. നേപ്പാളിനെ വെറും 123 റൺസിന് എറിഞ്ഞിട്ട ഇറ്റലി വിജയലക്ഷ്യം 12 ഓവർ 4 ബോളിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറികളോടെ മോസ്ക സഹോദരങ്ങളാണ് ഇറ്റലിയുടെ ജയം ഉറപ്പിച്ചത്. കോഴിക്കോട് വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഖത്തറിലെ കൂട്ടായ്മയായ GMAQവിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് നാളെ നടക്കും. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലിനെ ചടങ്ങിൽ ആദരിക്കും. ഖത്തറിലെ പ്രവാസി സമൂഹത്തിൽ ഗണ്യമായ പ്രാതിനിധ്യമുള്ള വടകരയിൽ നിന്നും ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഖത്തറിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. അവരെ മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ലക്ഷ്യമാക്കിയാണ് അൽവക്രയിലെ DPS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മടപ്പള്ളി കോളേജ് അലുമിനി ഭാരവാഹികൾ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മടപ്പള്ളി കോളേജിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥിയും വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ ആതുര സേവന സിനിമാ മേഖലകളിലെ നിറസാന്നിധ്യവുമായ ഡോക്ടർ ഗോകുലം ഗോപാലനെ ചടങ്ങിൽ ആദരിക്കും. മടപ്പള്ളി കോളേജിൽ നിന്നുള്ള ഖത്തർ പ്രവാസികളിൽ 40 വർഷം പൂർത്തിയാക്കിയ 4 പേരെയാണ് ചടങ്ങിൽ ആദരിക്കുന്നത്. മടപ്പള്ളിയുമായി ബന്ധപ്പെട്ട രചനകളുമായി പ്രഗത്ഭരായ നിരവധി എഴുത്തുകാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രത്യേക സുവനീറും വേദിയിൽ പ്രകാശനം ചെയ്യും. തുടർന്ന് നാട്ടിൽ നിന്നെത്തിയ മികച്ച ഏതാനും ഗായകരെയും സംഗീത ലോകത്തെ പ്രഗത്ഭരെയും ഉൾപ്പെടുത്തി പ്രത്യേക സംഗീത പരിപാടിയും അരങ്ങേറും. പിന്നണി ഗായകരായ വിജേഷ് ഗോപാൽ, ചിത്ര അരുൺ, വിഷ്ണുവർദ്ധൻ, കൃതിക എന്നിവർക്കൊപ്പം മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളുമായി ഫാരിഷ ഹുസൈൻ, ഹാസ്യപ്രധാന പ്രകടനവുമായി മടപ്പള്ളി കോളേജ് അലുമിനി അംഗം കൂടിയായ സുധൻ കൈവേലിയും വേദിയിലെത്തും. തൊഴിൽ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ഖാലിദ് അബ്ദുൾ റഹ്മാൻ അൽ ഫക്രുവാണ് ചടങ്ങിലെ മുഖ്യാതിഥി. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഗോകുലം ഗോപാലനൊപ്പം സംഘാടക സമിതി ചെയർമാൻ ആഷിഖ് അഹമ്മദ്, ജനറൽ കൺവീനർ ശ്രീനാഥ് പറമ്പത്ത്, GMAQ പ്രസിഡന്റ് ഫൈസൽ കേളോത്ത്, ജനറൽ സെക്രട്ടറി ബിജു CK, ട്രഷറർ നൌഷാദ്, കോൺകോഡ് സാരഥി ജുബീഷ്, റിഹാബ് മീഡിയ CEO ഷാഫി പാറക്കൽ എന്നിവർ പങ്കെടുത്തു. അൻവർ പാലേരി, 24 ദോഹ. ഇറാനുമായി ആണവ ചർച്ച തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നയിച്ചു. ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ആണവ കരാറിലെത്തും മുൻപ് ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെ വൈറ്റ് ഹൌസിലെത്തിയത്. എന്നാൽ നെതന്യാഹുവിന്റെ ആവശ്യത്തോട് ട്രംപ് മുഖം തിരിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനുമായുള്ള ആണവ ചർച്ച തുടരുമെന്ന് ട്രംപ് സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. ആണവ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാനെതിരെയുള്ള മുൻ സൈനിക നടപടി പരാമർശിച്ച് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തവണ ഇറാൻ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ആണവായുധ നിർമ്മാണം ഇറാന്റെ അജണ്ടയിൽ ഇല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ചു. ഇന്നലെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഗസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായി നെതന്യാഹു ഒപ്പുവച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. കരസേനാ മുൻ മേധാവി ജനറൽ MM നർവണയുടെ പുസ്തകം ചോർന്നതിൽ കുറ്റകരമായ ഗൂഢാലോചന നടന്നെന്ന് ഡൽഹി പോലീസ്. സ്പെഷ്യൽ സെൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിദേശ രാജ്യങ്ങളിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ പെൻഗ്വിൻ ബുക്സ് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. പുസ്തകത്തിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ ആദ്യമെത്തിയത് വിദേശ വെബ്സൈറ്റുകളിലാണെന്ന് ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ പകർപ്പുകളിലെല്ലാം വിതരണം പാടില്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആവശ്യമായ അനുമതികൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിദേശ പ്ലാറ്റ്ഫോമുകൾ വഴി ഡിജിറ്റൽ പകർപ്പുകൾ വിപണിക്കെത്തി. ചോർന്ന പതിപ്പിന്റെ ആദ്യ അപ്ലോഡ് .io എന്ന ഡൊമൈൻ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചായിരുന്നു. പിന്നീട് ഒന്നിലധികം ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളടക്കമെത്തി. സംഘടിതമായ നീക്കം തന്നെയാണ് സംഭവിച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചു. അമേരിക്ക, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പുസ്തക പകർപ്പിന്റെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിനും പോലീസ് ഉത്തരം തേടുന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈനികരുടെ പുസ്തകങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്. കൈയെഴുത്തു പ്രതി പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് പാലിക്കേണ്ട പ്രക്രിയ വിശദീകരിക്കുന്നതാകും മാർഗനിർദ്ദേശങ്ങൾ. പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വിരമിച്ച സൈനികരുടെ പുസ്തകങ്ങളിലെ ഉള്ളടക്കങ്ങളും ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടും. 24 ഡൽഹി.
ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാ ഡി സിൽവ ഇന്ത്യയിലേക്ക്. സന്ദർശനം ഈ മാസം 19 മുതൽ 21 വരെ. നിർണായക വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കും. ഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിയിലും പങ്കെടുക്കും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നരേന്ദ്രമോദി ലുലയുമായി ബ്രസീലിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2025 ബ്രസീൽ വാങ്ങിയത് $8.5 ബില്യൺ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. ഇന്ത്യയിലേക്കുള്ള ബ്രസീൽ ഇറക്കുമതി $7 ബില്യൺ. നീലഗിരി പന്തലൂർ സ്വദേശി കരുവാങ്കുന്ന് ഹംസ ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ബുക്കയറിലെ താമസ സ്ഥലത്തായിരുന്നു അന്ത്യം. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ 10 മണിക്ക് താമസ സ്ഥലമായ നീലഗിരി പന്തലൂരിൽ ജമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ എസ് ഇർഫാൻ ഹബീബിന് നേരെ ആക്രമണ ശ്രമം. ഡൽഹി സർവകലാശാല ആർട്സ് വിഭാഗത്തിന്റെ സമതാ ദിവസവുമായി ബന്ധപ്പെട്ട സാഹിത്യോത്സവ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് ആക്രമണ ശ്രമമുണ്ടായത്. ഇർഫാൻ ഹബീബിന് നേരെ പിന്നിൽ നിന്ന് വെള്ളം നിറച്ച ബക്കറ്റ് എറിയുകയായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ആക്രമണത്തിന് പിന്നിൽ ABVP ആണെന്ന് ഐസ ആരോപിച്ചു. ആരോപണം ABVP നിഷേധിച്ചു. ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവവുമായി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ജിദ്ദയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രൂപ്പിന്റെ സൗദിയിലെ 3ാമത്തെയും ജിദ്ദയിലെ ആദ്യത്തെയും ഷോറൂമാണിത്. വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വൻ വിലക്കുറവാണ് പുതിയ ബ്രാഞ്ചിൽ ഒരുക്കിയിരിക്കുന്നത്. ജിദ്ദയിലെ സിത്തീൻ റോഡിനും ഖാലിദ് ബിൻ വലീദ് റോഡിനും ഇടയിലുള്ള ഷാറ തോബയിലാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. പ്രമുഖ വ്യക്തികളുടെയും ബിസിനസ് പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ മാനേജിംഗ് ഡയറക്ടർ അൻവർ അമീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർമാരായ അയ്യൂബ് കേച്ചേരി, തഹ്സീർ അലി എന്നിവരും ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. ഭാവിയിൽ ജിദ്ദ, റിയാദ്, ദമാം തുടങ്ങിയ മേഖലകളിൽ 50 വീതം ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. റീജൻസി ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദിയിലുള്ള 3ാമത്തെ സ്റ്റോറാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ജിദ്ദയിലെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ ഒരു നല്ല വികസന പ്രവർത്തനം ദമാം, റിയാദ്, ജിദ്ദ ഏരിയകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ നമ്മൾ സൗദിയിൽ റിയാദ്, ദമാം ഏരിയ, അതുപോലെ ജിദ്ദയിലും ഓരോ റീജിയനിലും 50 സ്റ്റോറുകൾ കമ്മിങ് ഫ്യൂച്ചറിൽ തുറക്കാനുള്ള പ്ലാനാണ്. ഈ രാജ്യത്തിൻ്റെ എക്കണോമിയും അതൊക്കെ വളരെ പോസിറ്റീവാണ്. ഇൻഷാല്ലാ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ഇൻഷാല്ലാ നമ്മളെ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ വിശ്വസിക്കുന്നു. ഇൻഷാല്ലാ റമദാൻ കാലമായതിനാൽ സാധാരണക്കാർക്ക് ഏറെ ഗുണകരമായ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളാണ് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിത്യോപയോഗ പച്ചക്കറികളായ തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയ്ക്ക് കിലോയ്ക്ക് 1 റിയാലിനും താഴെ മാത്രമാണ് ഈടാക്കുന്ന വില. മറ്റു ഗ്രോസറി സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും ആകർഷകമായ കോംബോ ഓഫറുകളും ലഭ്യമാണ്. 20,000 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇതുള്ളത്. ഞങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഞങ്ങൾ ഗംഭീര ഓഫേഴ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കസ്റ്റമർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഗ്രോസറി, വസ്ത്രങ്ങൾ, പഴം, പച്ചക്കറികൾ, ഫ്രഷ് മീറ്റ്, ഫിഷ്, ഹോട്ട് ഫുഡ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. CEO അബ്ബാസ് ഖാൻ, COO സനീൻ വസീം, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷമീർ ബാബു, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ തസ്ലീം ഷംസുദ്ദീൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്വദേശി പ്രമുഖരായ മുഹമ്മദ് ഫാത്തിഹി, മുസ്തഫ ബുഖാരി, ഇസ്മായിൽ, വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യം. ചെലവായ തുക തിരിച്ചടച്ചിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചപ്പോൾ തുക ബോർഡിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ മന്ത്രി VN വാസവൻ ഒഴിഞ്ഞുമാറി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് ദേവസ്വം മന്ത്രി നൽകിയ മറുപടിയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടും തമ്മിലാണ് പ്രകടമായ വൈരുദ്ധ്യം. ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടുണ്ടോ എന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ ചോദ്യം. സ്പോൺസർമാരെ കണ്ടെത്തി ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും തുക കണ്ടെത്തുന്നതിൽ കാലതാമസം നേരിട്ടതിനാൽ ദേവസ്വം ബോർഡ് അഡ്വാൻസായി പണം ചെലവഴിച്ചു. റിലീജിയസ് കൺവെൻഷനുകൾ നടത്താൻ ബോർഡിന്റെ ബജറ്റിൽ വകയിരുത്തിയിരുന്ന തുകയാണ് അഡ്വാൻസായി ചെലവിട്ടതെന്നും സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത തുക ലഭിച്ചപ്പോൾ അഡ്വാൻസ് തുക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചുവെന്നുമായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ രേഖാമൂലം നൽകിയ ഉത്തരം. എന്നാൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പണം തിരികെ വന്നിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെയും ബോർഡിന്റെയും മറുപടിയിലുള്ള ഈ വൈരുദ്ധ്യത്തിന് അധികൃതർക്ക് കൃത്യമായ വിശദീകരണമില്ല.
ഇല്ല അത് രാഷ്ട്രീയമല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് സ്ഥിരീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. വൻതോതിലുള്ള ഒരു വെട്ടിപ്പിന്റെ വേദിയായിട്ടാണ് മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള മാതൃകയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. കേരളം ഒഴികെ രാജ്യത്തെ മറ്റിടങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. പലയിടത്തും വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പണിമുടക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് രാജ്യത്തെ വിവിധ തൊഴിലാളി സംഘടനകൾ 24 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാജ്യതലസ്ഥാനത്ത് തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊരു തുടക്കമെന്ന് നമ്മൾക്ക് പറയാം. അത് വരും ദിവസങ്ങളിൽ ഈ തൊഴിലാളി കർഷക ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ സമരം. എന്നാൽ പതിവ് പോലെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. ദേശീയ പണിമുടക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഡൽഹി മെട്രോയും ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ദേശീയ പണിമുടക്കണമെങ്കിലും മുംബൈയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ജനജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചതായി കാണാൻ കഴിയില്ല. ചെന്നൈ സെൻട്രൽ റെയിൽവേ മൗണ്ട് റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദേശീയ പണിമുടക്ക് തമിഴ്നാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു. പാർലമെന്റ് ഇരുസഭകളിലും പണിമുടക്കിന് കാരണമായ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തി. പാർലമെന്റിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. റിപ്പോർട്ടോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.